ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസത്തേക്ക് ചില കാരണങ്ങളാൽ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മൾ നല്ല പ്രോട്ടീൻ സോഴ്സ് ഉള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും സോയ ചങ്ക്സ്, സോയാ ബോൾ, സോയാബീനിൽ നിന്നുണ്ടാക്കുന്ന ആ ഒരു എണ്ണ റിമൂവ് ചെയ്തിട്ടുള്ള സോയാ ചങ്ക്സ്. അതറിയാത്തവരാരും ഇപ്പം ഇല്ലല്ലേ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ സാധനമൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്ന പോലാണ് ഇതുപോലെ സോയാ ബോളും സോയാ ചങ്ക്സും പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ തുടങ്ങിയത്. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെങ്ങനെ വെച്ചാലും, തോരനാക്കിയാലും, ഫ്രൈ ചെയ്താലും, മസാല കൂട്ടിയിട്ട് കറി വെച്ചാലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിന് ഒരുപാട് ഹേറ്റേഴ്സിനെ ഞാൻ എനിക്ക് ചുറ്റും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആര് കിട്ടിയാലും കഴിക്കുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോയാ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യം ഉണ്ടായിരുന്ന അത്ര ഫോളോവേഴ്സ് തന്നെയാണ് എനിക്കിപ്പം. നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ ലൈക്ക് ചെയ്യാത്തതും ഫോളോ ചെയ്യാത്തതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കൊരു സപ്പോർട്ടാണ് ലൈക്ക് എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളുക. നമ്മൾ കുറച്ച് സോയാ ബോൾ എടുത്തിട്ട് തിളപ്പിച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം കൂടെ എടുത്തിട്ട് ഇത് അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് ഞെക്കി പിഴിഞ്ഞ് എടുത്താൽ മതി. ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. നമ്മൾ മാരിനേഷൻ തയ്യാറാക്കാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 നമ്മുടെ പിരിയമുളകില്ലേ, അതായത് കാശ്മീരി ചില്ലി, അതിന്റെ മുളകായിട്ട് മേടിക്കാൻ കിട്ടും, പൊടിക്കാത്ത. ആ ഒരു മുളക് മുറിച്ച് 1 സ്പൂൺ വിനീഗർ 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇത് സോക്ക് ചെയ്ത് അര ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ വിനീഗർ മിക്സ് ചെയ്തിട്ട് ഈ 4 പിരിയൻ മുളക് അഥവാ കാശ്മീരി ചില്ലിയുടെ മുളക് മുറിച്ചിട്ട് സോക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അത് അരച്ചെടുത്തിട്ടുണ്ട്. ദാ നോക്കൂ, കളർ കണ്ടോ കാശ്മീരി ചില്ലിയുടെ. അപ്പോൾ ആദ്യം ഇത് ചേർത്ത് കൊടുക്കുവാണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം എത്രയാണോ എടുത്തത് അതിന്റെ പകുതിയോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പും കൂടെ ചേർക്കാണ്. കാര്യം ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം മറ്റുള്ളവരെ അപേക്ഷിച്ച്. അപ്പൊ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് കോൺഫ്ലോർ ആണ്. ഇത് 1 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ഞാൻ വലിയ പ്രൊഫഷണൽ ഷെഫ് ഒന്നും അല്ല, എന്തൊക്കെയോ തട്ടിക്കൂട്ടി കാണിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റൈലൊന്നും എനിക്ക് അങ്ങനെ വരണമെന്നില്ല. ഇതൊരു എല്ലാം മിക്സ് ചെയ്ത് മാരിനേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായെന്നറിയാനായിട്ട് ഇതിലൊരു ചെറിയ കഷ്ണം എടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ താഴേക്ക് പെട്ടെന്ന് താന്നിട്ട് പെട്ടെന്ന് പൊങ്ങി വരും. മനസ്സിലായോ? ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാറേ. സംഭവം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാണാൻ ഇഷ്ടമുള്ളവർക്ക്, ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. 1000 പേരൊക്കെ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ലൈക്ക് 45-50 ഒക്കെ ആയിരിക്കും. അപ്പൊ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കും എന്റെ വീഡിയോ ഇഷ്ടമല്ലായിരിക്കും എന്ന് ഓർക്കുമ്പോൾ എനിക്കതൊരു ഡീമോട്ടിവേഷൻ ആവും. അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാൽ തന്നെ മനസ്സിലെന്തോ ഒരു വിഷമം തോന്നും. മുന്നോട്ട് വീഡിയോ ഇടാനായിട്ടൊരു പ്രോത്സാഹനം കിട്ടാത്ത പോലെ ആകും. അപ്പൊ എന്നാ ചെയ്യണം, എന്റെ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ തരാൻ ശ്രമിക്കണം. അപ്പൊ എനിക്ക് കൂടുതൽ നല്ല നല്ല വീഡിയോസ് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പൊ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ഫിഷും ചിക്കനും ഒക്കെ തിരിച്ചിടുന്ന പോലെ ഓരോ സോയ പീസും എടുത്ത് തിരിച്ചിടാൻ നിന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഇളക്കി തിരിച്ച് മറിച്ച് വെച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് വറന്ന് വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സ്മെല്ല് കേട്ടാലും പിള്ളേരൊക്കെ വിചാരിക്കും നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്യണം. അതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരും. നല്ല സ്മെല്ലാണ് കേട്ടോ. ആ കാശ്മീരി മുളകിന് ശരിക്കും ക്രഷ് ആവാത്ത കുറച്ച് ഭാഗങ്ങളില്ലേ, ആ ഭാഗം കിടന്ന് നല്ല വറന്ന് മുരിയുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്.
അപ്പൊ ഇത് നമുക്ക് വാരി മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. അറിയത്തില്ല, എണ്ണ പോണം. ഒരുപാട് എണ്ണ കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ. പിന്നെ ടേസ്റ്റിന് എണ്ണ വേണം, അതാണ് മെയിൻ. ടേസ്റ്റ്, എണ്ണയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആണ്. അല്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുന്നത് ശരീരത്തിന് ഗുണങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഓർക്കും എന്റെ ശരീരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോന്ന്. ഞാൻ അധികം ഒന്നും ഓയിലി ഫുഡ് കഴിക്കാറില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ എന്റെ മെയിൻ ആഹാരം എന്ന് പറഞ്ഞാൽ ചോറ്, കപ്പ, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോ മീൻ കറിയാണ് എനിക്ക് ഫ്രൈയെക്കാട്ടിലും ഇഷ്ടം. അപ്പോ കപ്പ, മീന് കഴിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് കണ്ടന്റ് ബോഡിയിൽ അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. പിന്നെ തൈറോയിഡും പീസോടും ഒക്കെ മതിയല്ലോ ഇതുപോലൊരു രൂപം കിട്ടാൻ. അപ്പൊ നമ്മളിതെല്ലാം ഏകദേശം വാരി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്തത്, അതായത് അത് വറുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണ നമ്മൾ മാറ്റിയിട്ടില്ല. അതിനകത്തേക്ക് തന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ആദ്യമായിട്ട് നമ്മുടെ ഗാർലിക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് നമ്മൾ ബീഫിനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴഞ്ഞു വരാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട് പോയോ? പിന്നെ ന്യൂ ഇയർ ആയിട്ട് എങ്ങനെയാ? നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണോ? എനിക്ക് എന്നാന്ന് അറിയത്തില്ല. ഡിസംബർ വരെ ഭയങ്കര നരകവും കഷാലവും ഒക്കെ ആയിരുന്നു. പിന്നെ ജാനുവരി കയറിയപ്പോൾ മനസ്സിന് കുറച്ച് സമാധാനമുണ്ട്. കാര്യം മറ്റു കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. കാര്യം ഇതുപോലെ വ്ളോഗിങ്ങും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറെ ടൈം അങ്ങനെ പോകുന്നുണ്ട്. ടെൻഷൻ എന്ന് പറയുന്ന സാധനത്തിലോട്ട് ഞാൻ അങ്ങനെ എത്തി നോക്കാറില്ല, അതാണ് സത്യം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ്. കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ സോസ് തന്നെയാണ്. പിന്നെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കെച്ചപ്പും സോസും തമ്മിൽ. എന്തോ കൺസിസ്റ്റൻസിയുടെ ഡിഫറൻസ് ആണ്. സോസ് കുറച്ചുകൂടി തിക്കായിരിക്കും, കെച്ചപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി ലൂസ് ആയിരിക്കും. അങ്ങനെ എന്തോ ഒരു ഡിഫറൻസേ ഉള്ളൂ കെച്ചപ്പും സോസും തമ്മിൽ. അപ്പൊ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. കെച്ചപ്പ് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത്, ഭയങ്കര പുളിപ്പോ മധുരമോ വരും. 2 സ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇത് ഇളക്കി കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ടൊമാറ്റോ സോസ്, സോയാ സോസ് ഇതൊക്കെ ഇട്ട ഫുഡ് എല്ലാവരും കഴിക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ചിക്കനും ബീഫും ഒക്കെ മേടിക്കുമ്പോൾ ഇതെന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഇവിടെ അമ്മയ്ക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. അമ്മ, പ്രായമായ വെല്ലുമ്മച്ചിമാര് അങ്ങനെയുള്ളവർക്കൊന്നും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേ സോസ് ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കരുത്, സോസ് കരിഞ്ഞു പിടിച്ചാൽ ടേസ്റ്റ് മാറും. അപ്പൊ നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സോയ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എന്നാലും ഒരു ഇച്ചിരി സ്പൈസി വേണം കേട്ടോ. കുറച്ച് നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ ഞാൻ ദൈവം എടുത്തേക്കുന്ന കണ്ടോ, നല്ല കൊക്കോടെ ഇലയാണ്. കൊക്കോടെ ഇല എല്ലാത്തിനും വാഴയില ആയാലും എങ്ങനെയാ, നമ്മുടെ ഇവിടെ ഈ വീടിന് ചുറ്റും ഇഷ്ടംപോലെ കൊക്കോടെ ഇലയുണ്ട്. നമ്മൾ അപ്പം ഉണ്ടാക്കാനൊക്കെ കൊക്കോടെ ഇല എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ വേറൊരു കൊക്കോടെ ഇലയിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പി ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ കൊക്കോടെ ഇലയിലേക്ക് തന്നെയാണ് എടുക്കുന്നത്. കൊക്കോടെ ഇലയ്ക്ക് ഒരു ദോഷവും ഇല്ല. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കൊക്കോ എന്നറിയാലോ, എഡിബിൾ ആണ്. ഇല കഴിച്ചൊന്നും കയറി ചത്തൊന്നും പോകത്തില്ല. പിന്നെ നല്ല വൃത്തിയാക്കി നമ്മൾ കഴുകി തുടച്ചെടുത്ത ഇലയാണ്, അതിലേക്ക് ഇത് ഇടുവാണ്. ഇങ്ങനെ ഒരു നാച്ചുറൽ സ്റ്റൈലിലൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ കാണുന്ന വ്യൂവേഴ്സിനും ഒരു ഭയങ്കര ഇഷ്ടം തോന്നുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ സംഭവം കിടുക്കാച്ചിയായിട്ടുണ്ട്. ഞാനിതിപ്പം ഇവിടെ ഇപ്പൊ ചോറ് മാത്രമേ ഉള്ളൂ. ചപ്പാത്തിയോ പൊറോട്ടയോ എന്തെങ്കിലും പോയി മേടിക്കണ അനിയൻ ഇവിടെ ഇല്ല. ഞാൻ ഒരുങ്ങി കിട്ടി പോയിട്ട് വരുമ്പോഴേക്കും മഴയും പെയ്യും. അപ്പൊ ഞാനിത് ചോറിന്റെ കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സംഭവം സൂപ്പറാണ്. അമ്മയും പറഞ്ഞു ബീഫിനെ വെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലരിട്ടിട്ടുണ്ട്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ബീഫിന് പകരം ബീഫ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കഴിച്ചിട്ട് എനിക്ക് ഡ്രാഗൺ ചിക്കൻ ഒക്കെ കഴിക്കുന്ന ഒരു ഫീലൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോ പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ച് ചിരിച്ച് മെഴുകി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഒന്നും ഇടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാര്യം ഒരുപാട് പേരങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഫുഡ് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഒന്നാമതേ അരക്കുകയാണ്. എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാര്യം എനിക്ക് പൈസ പോകുന്നുണ്ട്, അത് ഫുഡിന് മാത്രമാണ്. അല്ലാതെ ഒരുപാട് ആഡംബരമായിട്ടുള്ള സാധനങ്ങൾക്കൊന്നും ഞാൻ അങ്ങനെ പൈസ കളയാറില്ല. അതുപോലെ എനിക്ക് ഫുഡ് ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ച് ആക്ഷൻ കാണിച്ച്
നിങ്ങളെ കൊതിപ്പിച്ച് അതൊക്കെ എനിക്ക് താല്പര്യമില്ല. നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ലേ പറയുന്നത്, താല്പര്യമില്ല. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ എൻ്റെ വീടിന്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന് സമാധാനത്തോടെ തട്ടിക്കോട്ടെ. ഒന്നാമത് ഇത്രയും ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് മാത്രം ഇത്തിരി ചോറെടുത്താണ്, ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. അതൊക്കെ എടുത്തോണ്ട് പോയെന്ന് വിശദമായിട്ട് പോയിരുന്ന് കഴിക്കട്ടെ. അപ്പോൾ അടുത്ത നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരും. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.